ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീഡിയൻ ഫിൽറ്റർ എന്താണെന്നും അതുപോലെ തന്നെ മീൻ ഫിൽറ്റർ എന്താണെന്നും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പുറകോട്ട് മാറിയിട്ട് ഒന്നുകൂടെ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അതിനകത്ത് നോയിസി ഇമേജും ഫിൽറ്റേർഡ് ഇമേജ് വിത്ത് 3x3 മീഡിയൻ ഫിൽറ്ററും. നോയിസി ആയിട്ടുള്ള ഒരു ഇമേജസ് കണ്ടു. വളരെയധികം എന്നാ പറയുന്നത് ഡോട്ടും സംഭവങ്ങളും ഒക്കെ ആയിട്ടുള്ളതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്ത്, അതായത് മാക്സിമം അതിനകത്ത് ഒരു ഗ്രേ ഒക്കെ കളഞ്ഞ് അതിന്റെ കുറച്ച് പിക്സൽസിനെയൊക്കെ കളഞ്ഞ് ഒന്ന് ഫിൽറ്റേർഡ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിൽറ്റേർഡ് ഇമേജ് വിത്ത് 5x5 മീഡിയൻ ഫിൽറ്റർ കണ്ടോ. ഇത് അവസാനം ആകുമ്പോഴത്തേക്കും അതിനെ 5x5 മീഡിയൻ ഫിൽറ്ററും 7x7 മീഡിയൻ ഫിൽറ്ററും ആകുമ്പോഴത്തേനും അത് വളരെ വ്യക്തമായിട്ട് ആകുന്ന രീതിയിലായിട്ടൊക്കെയാണ് ആകുന്നത്. ഇനി അടുത്തത് പീരിയോഡിക് നോയിസ് reduction. Periodic noise is a partially dependent noise and it occurs due to the electrical and electromagnetic interference. അതായത് ഇലക്ട്രിക്കലോ ഇലക്ട്രോമാഗ്നറ്റിക്കോ ഇന്റർഫറൻസിന്റെ വെച്ചിട്ട് അതിനെ പീരിയോഡിക് നോയിസ് പാർഷ്യലി ഡിപ്പെൻഡ് നോയിസ് ഇത് ഒക്കർ ആകുന്നത് ഇലക്ട്രിക്കലോ ഇലക്ട്രോമാഗ്നറ്റിക്കോ ഇന്റർഫറൻസിനാണ്. ഇറ്റ് ഗിവ് റൈസ് ടു എ റെഗുലർ നോയിസ് പാറ്റേൺ ഇൻ ആൻ ഇമേജ്. ഫ്രീക്വൻസി ഡൊമൈൻ ടെക്നിക്സ് ആർ pattern in an very effective in removing periodic noise. Basic steps in frequency domain filter remaining same as discussed above. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അതിനകത്തുള്ള ഒന്നാണ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ. റിമൂവിംഗ് പീരിയോഡിക് നോയിസ് ഫ്രം ആൻ ഇമേജ് ഇൻവോൾവ് റിമൂവിംഗ് എ പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഫ്രം ദ ഇമേജ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ആൻ ഐഡിയൽ ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ ഈസ്. അതിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത് ബാൻഡ് പാസ് ഫിൽറ്റർ. ബാൻഡ് പാസ് ഫിൽറ്റർ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ. ബാൻഡ് റിജക്റ്റ് ഫിൽറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ബാൻഡ് പാസ് ഫിൽറ്റർ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ബാൻഡ് പാസ് ഫിൽറ്റേഴ്സ്. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ എസ്റ്റിമേഷൻ ഓഫ് ഡിഗ്രേഡിയേഷൻ ഫംഗ്ഷൻ. ഇൻ ഓർഡർ ടു restore the image, we need to estimate the degradation function. There are three principal ways to estimate the degradation function used in the restoration. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒബ്സർവേഷൻ ഉണ്ട്, എക്സ്പെരിമെന്റേഷൻ ഉണ്ട്, മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഉണ്ട്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇമേജസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാക്സിമം നന്നായിട്ട് എന്താണെന്നുള്ളത് ഒബ്സർവ് ചെയ്യുന്നു, അതിന്റെ ഒരു സം ഇമേജ് ഒക്കെ കണ്ടിരിക്കുന്നു. എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്താണ് എന്നൊന്ന് മൊത്തം ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതാണ് എക്സ്പെരിമെന്റേഷൻ പോകുന്നിരിക്കുന്നത്. ആ എക്സ്പെരിമെന്റേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിനൊരു മോഡൽ ഉണ്ടാക്കി എടുക്കുന്നത്, അതാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജിനെ നമ്മൾ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്തു, അതിനകത്ത് എന്തിനു വേണ്ടിയുള്ളതെന്ന് ചെയ്തു, എന്നിട്ട് നമ്മൾ ഫൈനലായിട്ട് അതിനൊരു മോഡൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ് ഫിൽറ്ററിംഗ്. ഇൻവേഴ്സ് ഫിൽറ്റർ ഈസ് ഓൾസോ നോൺ ആസ് റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ. Deblurring is very important in a restoration application because blurring is visually annoying. ഇത് ഇൻവേഴ്സ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഓൾസോ നോൺ ആസ് എ റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ എന്നാണ് പറയുന്നത്. ഡീബ്ലറിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ, അതായത് അതിൻ്റെ അകത്തൊരു ഡീബ്ലറിംഗ് ആണ്. നമ്മൾ പറഞ്ഞ ബ്ലറിംഗ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡീബ്ലറിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഇൻ എ റീസ്റ്റോറേഷൻ ആപ്ലിക്കേഷൻ ബിക്കോസ് ബ്ലറിംഗ് ഈസ് വിഷ്വലി അനോയിങ്. നമുക്കറിയാം, റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജസിനെ മാക്സിമം നമ്മുടെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് റീസ്റ്റോറേഷൻ ഇരിക്കുന്നത്. ഇറ്റ് ഈസ് എ ബാഡ് ഫോർ അനാലിസിസ് ആൻഡ് ഡീബ്ലർഡ് ഇമേജസ് ഹാവ് എ plenty of applications. Application include astronomical imaging, law enforcement, biometric, etc. In this one, we will discuss inverse filtering, pseudo inverse filtering, and linear filtering. ആണ് ഇവിടുത്തെ പഠിക്കുന്നത്. അത് ഇവിടെ വരുന്നുണ്ട്. ലീനിയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ലീനിയർ ഫിൽറ്റർ ഈസ് ഓൾസോ നോൺ ആസ് എ മിനിമം മീൻ സ്ക്വയർ എറർ. അതിൻ്റെ അകത്ത് ഒരു മിനിമം ആയിട്ട് മീൻ സ്ക്വയർ എന്തെങ്കിലും. ദിസ് അപ്രോച്ച് ഇൻക്ലൂഡ് ബോത്ത് ദ ഡിഗ്രേഡിയേഷൻ ഫംഗ്ഷൻ ആൻഡ് പവർ സ്പെക്ട്രം നോയിസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ്സ് ഡെവലപ്പിംഗ് ദ റീസ്റ്റോറേഷൻ ഫിൽറ്റർ. ലീനിയർ ഫിൽറ്റർ റീസ്റ്റോർ ദ ഇമേജ് ഇൻ ദ പ്രസൻസ് ഓഫ് blur as well as noise. അതാണ് ഇതിനകത്ത്
ലീനിയർ ഫിൽറ്റർ എന്ന് പറഞ്ഞു വരുന്നത്. ലീനിയർ ഫിൽറ്റർ ഈസ് ഓൾസോ നോൺ ആസ് എ മിനിമം മീൻ സ്ക്വയർ ഫിൽറ്റർ, മീൻ സ്ക്വയർ എറർ. അതായത് ലീനിയർ ഫിൽറ്റർ ഈസ് ഓൾസോ നോൺ ആസ് മിനിമം മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്നത്. അതിനകത്ത് ലീനിയർ ഫിൽറ്ററിനകത്ത് മിനിമം ആയിട്ടൊരു സ്ക്വയർ എറർ മാത്രമേ വരുന്നുള്ളൂ. ദീസ് അപ്രോച്ച് ഇൻക്ലൂഡ് ബോത്ത് ദ ഡിഗ്രഡേഷൻ ഫംഗ്ഷൻ ആൻഡ് പവർ സ്പെക്ട്രം ഓഫ് നോയിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഡെവലപ്പിംഗ് ദ റീസ്റ്റോറേഷൻ ഫിൽറ്റർ. റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് ഡിഗ്രേഡേഷൻ, പവർ സ്പെക്ട്രം, നോയിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ടാണ് ലീനിയർ ഫിൽറ്റർ റീസ്റ്റോർ ഇമേജ് ഇൻ ദ പ്രസൻസ് ഓഫ് ബ്ലർ ആസ് വെൽ ആസ് നോയിസ്. അത് ഒരു ബ്ലറോ നോയിസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ചെയ്യുന്നത്. അപ്പൊ this method is founded by considering image and noise as a random variables and objective to estimate of the uncorrupted images f such that the mean square error between them is minimized. ഇവിടെ എന്താണെന്ന് വേറെ ഒന്നുമില്ല, ഇതിനകത്ത് മീൻ സ്ക്വയർ എറർ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് വരുന്നത് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി നമ്മൾ അടുത്തത് 7th ചാപ്റ്ററിലേക്കാണ് വരുന്നത്. ഈ 7th ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കളർ ഇമേജ് പ്രോസസ്സിങ് എല്ലാ പ്രാവശ്യവും ഇതിന്റെ അകത്തുനിന്ന് ഹ്യൂമൻ വിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാകുന്നതാണ്. The purpose of this unit is to introduce the concept of related to color image processing. നമുക്കറിയാം ഒരു എന്താ പറയുക ഒരു ഡേറ്റ ഒരു ഇമേജിന്റെ കേസിൽ കളർ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ കളറിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആസ് വി ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് grayscale image till now, we should like to have an in-depth discussion of how color images are formed and the various color model that exist. അപ്പൊ നമുക്കൊരു പിക്ചറിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കളർ മോഡൽ കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഏത് രീതിയിലുള്ള കളറാണ് കൊടുക്കുന്നത്, അങ്ങനത്തേക്കുള്ള നടക്കുന്നത്. We shall first discuss the human vision system in session 7. അതായത് ഹ്യൂമൻ വിഷൻ സിസ്റ്റം. അതിപ്പോ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച നമ്മളിപ്പോ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു കണ്ണിന്റെ അകത്ത് നമുക്ക് കണ്ണുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും ഒരു വിഷ്വല് കാണുന്നേ എന്നുള്ള. അപ്പം സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ ഐ സോഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ ഇത് മെയിൻ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഹ്യൂമൻ വിഷൻ സിസ്റ്റം, ഹ്യൂമൻ ഐ ഈസ് നിയർലി സ്പിരിക്കൽ ഇൻ ഷേപ്പ് with a 20 mm diameter on an average as shown in figure. The three main parts of eye. ഇത് ഹ്യൂമൻ വിഷൻ സിസ്റ്റം അതിനോടനുബന്ധിച്ചുള്ള ഇതൂടെ നമ്മുടെ എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ്. അപ്പൊ അതിരിക്കുക. അപ്പൊ ഇവിടെ ആഫ്റ്റർ സ്റ്റഡിങ് ദിസ് യൂണിറ്റ് വി ഷുഡ് ബി ഏബിൾ ടു, ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ thousands of കളേഴ്സ് ആൻഡ് ദെയർ ഷെയ്ഡഡ് ഇൻ ദ കളർ ഇമേജ്. നമുക്കറിയാം നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഇമേജിന് നമുക്ക് വേണമെങ്കിൽ ഒരു കളർ ഷെയ്ഡ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഏത് കളർ ഇപ്പം ഫാഷൻ ഡിസൈനർ ഒക്കെ ആണെങ്കിൽ അറിയാമല്ലേ, അവരെന്തെങ്കിലുമൊക്കെ കളർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന കളർ ആണോ എന്നൊക്കെ നമ്മളോട് കമ്പ്യൂട്ടറിൽ ചോദിച്ചിട്ട് ഈ കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുമോ, ഈ കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരു ഡ്രസ്സിന്റെ ഒക്കെ ഒരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിനകത്ത് ചെറിയ പ്രത്യേക കോമ്പിനേഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ. നമ്മൾ സ്വയം ഡിസൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ടു ഡിഫൈൻ ദ ഡിഫറെന്റ് കളർ മോഡൽസ് ആൻഡ് യൂസ് ദ മാസ് ഫോർ ദ റിക്വയർമെന്റ്സ്. നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമ്മളൊരു ഇതിരിക്കുന്നു ടു അപ്ലൈ ഡിഫറെന്റ് സ്യൂഡോ കളർ മോഡൽസ്. എ കളർ ഇമേജ് ഈസ് എ പവർഫുൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഹ്യൂമൻ വിഷ്വൽ സിസ്റ്റം ഹാസ് ദ എബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹൺഡ്രഡ്സ് ഓഫ് കളേഴ്സ് ആൻഡ് ദെയർ ഷെയ്ഡ്സ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കണ്ണിന് പല കളറും കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന കളറാണ് എന്ന്, അത് നമ്മുടെ ഒരു ഇതിൽ തന്നെ ബ്രെയിനിൽ തന്നെ നമ്മൾ അതിന്റെ ഒരു കളർ കോഡും സംഭവങ്ങളും എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഇതിന്റെ ഡേറ്റാബേസിന്റെ കേസിലും നമ്മൾ മാക്സിമം ധാരാളം കളേഴ്സ് അതിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. Therefore, color image contains a large amount of extra information compared to a grayscale image that give a better understanding of the concept of the image. For example, in object detection and segmentation, if the image is captured by a full color sensor and the resulting image is a full color image.
ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതിന്റെയൊക്കെ കേസാണ് അവിടെ പറയുന്നത്. എ ഗ്രേ സ്കെയിൽ ഇമേജ് ക്യാൻ ബി converted into color image using the technique of pseudo color processing, where each intensity is assigned a color. Pseudo color എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോൾസ് കളർ ആയിട്ട് നമ്മൾ പറയുന്നു. അപ്പൊ അതനുസരിച്ച് ഫോൾസ് കളർ എന്നാണ് നമ്മൾ സൂഡോ കളറിനെ പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്തായിരിക്കും ഒരു മെയിൻ പാർട്സ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ വിഷൻ സിസ്റ്റം. ഹ്യൂമൻ വിഷൻ സിസ്റ്റം ഈസ് നിയർലി സ്ഫിരിക്കൽ ഇൻ ഷേപ്പ് വിത്ത് എ 20 mm ഡയമീറ്റർ ഓൺ ആൻ ആവറേജ്. അത് നിങ്ങൾ ഫിഗറിനകത്ത് കാണുന്നുണ്ട്. ഇതിനകത്ത് മെയിൻ പാർട്സ് ഉണ്ടായിരിക്കും. കോർണിയ ആൻഡ് സ്കീരിയ ഔട്ടർ കവർ, ദ കൊറോയിഡ് ആൻഡ് ദ റെറ്റിന. ലെറ്റ് us discuss from them one by one briefly. അപ്പം ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ദ സീരിയ ഈസ് ആൻ opaque member that enclose the thick globe around exit and the anterior and which is covered by the cornea. The cornea is tough and transparent cover of the anterior chamber. അപ്പം അത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കവറിങ് ആയിരിക്കും നടക്കുന്നത്. ഇനി കൊറോയിഡ് ഈസ് ദ ലെയർ under the cilia. Membranous choroid contains a network of blood vessels. These blood vessels from the major source of nutrition for the eyes. അപ്പം ഇവിടെ നമ്മൾക്കറിയാം, നമ്മുടെ നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ അകത്ത് വളരെയധികം ബ്ലഡ് വെസൽസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു കളറിന്റെ ഒരു കേസിലാണെങ്കിൽ ഒരു ഡേറ്റാബേസിന്റെ കാര്യത്തിലായിരിക്കും, ഒരു ബ്രെയിനിന്റെ കേസിലാണെങ്കിൽ നമുക്ക് വളരെയധികം തൗസൻഡ്സ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ബ്ലഡ് വെസൽസ് ആണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കേസിൽ തൗസൻഡ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആർക്കും വിളിക്കുന്നത്. These blood vessels, the major source of nutrition of the eyes. If the choroid is damaged and inflamed, it can be restrict blood flow in the eye, result in serious damage of the eye cells. The role of the choroid is also control the amount of light entering the eye as well as reduce the back vessel inside the eye. ഇതിനെ കൊറോയിഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. Ciliary muscles with a relax and tighten to enable the lens to focus by changing the shape. The iris diagram that contains and expand to control the amount of light that enters the eye. അപ്പൊ നമുക്ക് കണ്ണിലേക്ക് വരുന്ന ലൈറ്റിന്റെയും അതിന്റെയൊക്കെ അനുസരിച്ച് നമ്മൾ അതിനെ ഇരിക്കുന്നത്. The lens is a transparent bioconvex structure that helps to refract light into the eyes such that the image is formed on the retina. The lens is flexible and can change the shape the focal length of the eye. You see, inserts that the object at various distance can be focused upon and their image can be formed on the retina. അപ്പൊ നമുക്കറിയാം, നമ്മൾ പലയിടത്ത് നിന്ന് കഴിയുമ്പോൾ നമ്മുടെ കണ്ണില് ആ ഒരു നമ്മൾ ഏത് വൈറ്റ് ആണോ കാണുന്നത് അത് നമ്മുടെ കണ്ണില് അത് ഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് നമ്മൾ കണ്ടത് എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് അങ്ങനെ ഒരു സാധനം, നമ്മുടെ റെറ്റിന അങ്ങനെ ഒരു സംഭവം ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് പറയാൻ പറ്റുമോ ഇന്നതാണ് എന്നുള്ളതാണ്. അപ്പം ആ ഒരു സംഭവം ദ റെറ്റിന ഈസ് ദ ഇന്നർമോസ്റ്റ് membranous of the eye. It lines the wall of the complete posterior portion of the eye. The retina can be thought of as the image plane in the eye, since on properly focusing the eye on the object, light from that object is passed through the lens such that the image is on the retina. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു ലൈറ്റ് പാസ് ചെയ്യുന്നു. അപ്പൊ അതനുസരിച്ച് ലെൻസിൽ നിന്ന് ഒരു ലൈറ്റ്, അത് നമ്മൾ അറിയുന്നത് മാത്രമേ ഉള്ളൂ, നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു ലൈറ്റ് ഒബ്ജക്റ്റിലേക്ക് പാസ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു ഇമേജ് റെറ്റിനയിലേക്കകത്ത് ഫോം ചെയ്യുന്നത്. There are two types of cells called rods and cones. The cones are highly sensitive to the color and are around 6 to 7 million in a human eye. The cones are located on the foci, which is the central portion of the retina.
അപ്പം ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു കണ്ണിന്റെ ഐയൊക്കെ വരച്ച് നമ്മളോട് ഇത് മെയിൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ അകത്ത് ചോദിക്കുക. അപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് ഉണ്ട് നമ്മുടെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി. അവർ there are 75 to 150 million rod cells which are completely distributed all over the retina. Okay, 75 to 150 million rod cells which are completely distributed all over the retina. നമ്മുടെ റെറ്റിനയ്ക്ക് ചുറ്റും ഇത്രമാത്രം റോഡ് സെൽസ് ഉണ്ട് എന്നുള്ളതാണ്. The rod cells give the overall picture of the image in the scene and reduce the amount of details. Rods are also responsible for a highlight vision, also known as a scotopic visions, while cones are responsible for a bright light vision, also known as phototopic visions. Then scotopic visions and phototopic visions. Scotopic visions and phototopic visions. ഇത് രണ്ടും സാധാരണ എക്സാമിന് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കോട്ടോപിക് വിഷൻ ആൻഡ് ഫോട്ടോപിക് വിഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഐയുടെ വിഷന് ഇതിന്റെ വിഷന്. അപ്പൊ ഇത് നോക്കിയാൽ മതി. നമ്മുടെ കണ്ണിന്റെ അകത്ത് 75 to 150 millions of rod cells ഉണ്ട് which are completely distributed all over the retina. The rod cells give the overall picture of the object in the scene and reduce the amount in the rods are also responsible for a low light visions. ലൈറ്റ് തീരെ ഇല്ലാത്ത ഉള്ള സമയത്ത് നമ്മുടെ വിഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്കോട്ടോടോപ്പിക് എന്നും വളരെ ബ്രൈറ്റ് ലൈറ്റിലൂടെയാണ് ഫോട്ടോടോപ്പിക്. അപ്പൊ നിങ്ങൾക്ക് വേറൊന്നുമില്ല. ഫോട്ടോടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ഫോട്ടോ, അതായത് നമുക്കറിയാം ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആണ്. സ്കോട്ടോടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ലൈറ്റ് കുറവാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് പഠിച്ചു വെക്കാവുന്ന കാര്യമല്ലോ. ഇൻ ദ ഹ്യൂമൻ ഐ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റെറ്റിന ആൻഡ് ലെൻസ് ദാറ്റ് ഈസ് ദ ഫോക്കൽ ലെങ്ത് വേരിയസ് ബിറ്റ്വീൻ 14 and 17 mm as the refractive power of the lens increase from min to mass. For nearby object, the lens is most strongly refractive. Moreover, the lens of the eye is very flexible and is flattened by controlling muscle to enable to the eye on to focus on the distant objects. അപ്പം ഈ ഇവിടെ അടുത്ത് പറഞ്ഞ ബ്രൈറ്റ്നെസ്, അഡാപ്ഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. Human vision system is highly complex and can adapt to an enormous range of light intensity level of the order 10 raised to 10. The range starts from the phototopic threshold and goes up to the glare limit. The subjective brightness perceived intensity by the human eye has been experimentally found to the logarithmic function of the light in the sun. So, ഇവിടെ ബ്രൈറ്റ്നെസിന്റെ ഇതും ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. സ്കോട്ടോടോപ്പിക് എന്താണ്, ഫോട്ടോടോപ്പിക് എന്താന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ അനുസരിച്ച് നമുക്കൊരു വിഷനെ കാണുന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഈ ഒരു കേസിൽ ഇതിന്റെ അകത്ത് നമ്മളോട് ചോദിക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം എങ്ങനെയായിരിക്കും ഒരു കളറ്. ഈ കളർ ഫണ്ടമെന്റൽസ് നമുക്കറിയാം മെയിൻ ആയിട്ട് 3 കളർ, റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പൊ അതിനകത്ത് തന്നെ നമ്മുടെ RGB കളർ എന്ന് പറയുന്ന ഈ ഒരു കളറിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോഡ് മാറ്റം, 2 കളർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ ഓരോ കളേഴ്സും. അതാണ് ഇവരിക്കുന്നത്. എവരി കളർ ഈസ് ഡിഫൈൻഡ് യൂസിങ് 3 ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. അതായത് 3 ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിന്റെ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ആണ്. ഹവർ ടേക്കൻ ടുഗദർ ബൈ ഡിഫൈൻ എ പർട്ടിക്കുലർ ഷെയ്ഡ് ഓഫ് കളർ. ദീസ് ക്വാണ്ടിറ്റീസ് ആർ hue component of a color is defined by the dominant wavelength. അതിനകത്ത് ഒരു വേവ്ലെങ്തിന് അനുസരിച്ച് the wavelength range on the electromagnetic spectrum that defines the visible color spectrum is lies between. അതായത് അതിനകത്തൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു കളർ ഏതിൽ ഇതിന്റെ അകത്തായിരിക്കും ലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് 40 nm nanometer that represent the violet color and 700 nm that represent 700 nm that represents in a red color as can be ഉണ്ടായിരുന്ന. അപ്പൊ അവിടെ നോക്കിയാൽ മതി, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിരിക്കും ബാക്കി എല്ലാ കളേഴ്സിന്റെയും കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് 400 nm to 700 nm. അതായത് പാർട്സ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ദാറ്റ് ഷോ ദ വിസിബിൾ സ്പെക്ട്രം സോഴ്സ്. അപ്പം നമുക്കറിയാം ഇതിനകത്ത് കണ്ടോ ബ്ലൂ കളർ ഏതൊരു റേഞ്ചിലായിരിക്കും, ആ ഒരു റേഞ്ച് ആണ് പറയുന്നത്. അതിന്റെ ഒരു വേവ് ലെന്തിന്, ഇലക്ട്രോമാഗ്നറ്റിന്റെ ഒരു വേവ് ലെന്ത് അനുസരിച്ച് നമ്മുടെ കളേഴ്സിന്റെ റേഞ്ച് ആയിരിക്കും. നമ്മൾ കളർ കോഡ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഫോട്ടോഷോപ്പ്
ഫോട്ടോഷോപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാളുടെ പിക്ചർ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഒരു കളറൊക്കെ വേരി ചെയ്ത് എടുക്കുക. അപ്പൊ അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹ്യൂ ഇത് ചോദിക്കാവുന്നതാണ്. ഹ്യൂ അതിൻ്റെ അകത്ത് ഡിഫറെന്റ് ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്ന്. ഹ്യൂ അടുത്തെന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ. ഇത് എക്സൈറ്റേഷൻ purity of the colors is determined by the quantity known as saturation. And purity, it is depend on the amount of white light that is mixed with the hue of that color. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. It depend on the amount of white light that is mixed with the hue of that color. A fully saturated color implies that no white light is mixed with that hue. Chromaticity, the sum of hue and saturation constitute the chromaticity of the color. അതായത് അതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു സം വരുന്നതിനാണ് ക്രോമാറ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇന്റൻസിറ്റി, ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ആക്ച്വലി പ്രസന്റ് ഡിപെൻഡ് ദ ഇന്റൻസിറ്റി. അപ്പൊ ഒരു എത്രമാത്രം ലൈറ്റ് വരുന്നോ അതിനനുസരിച്ചായിരിക്കും അതിന്റെ ഒരു ഇന്റൻസിറ്റി പറയുന്നത്. therefore intensity is a physical quantity. it more light is present, the color is more intense. നന്നായിട്ട് ലൈറ്റ് വരുമ്പോഴത്തേക്കും നന്നായിട്ട് കളേഴ്സ് ഇതായിരിക്കും എന്നാണ് നിൽക്കുന്നത്. അക്രോമാറ്റിക് ലൈറ്റ് ഹാസ് ഓൺലി ഇന്റൻസിറ്റി but no color. Grayscale images have only intensity, luminance or a brightness. The perception of color is a quality known as luminance or the brightness. അതായത് അതിന്റെ ഒരു കളറിന്റെ ഒരു പെർസെപ്ഷൻ, അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിനാണ് luminance or a brightness എന്ന് പറയുന്നത്. For example, given two colors of the same intensity, such as blue and green, it is perceived that blue is much darker than green. അപ്പൊ നമുക്കറിയാം ബ്ലൂവും തന്നിട്ടുണ്ട്, ഗ്രീനും തന്നിട്ടുണ്ട്. രണ്ടിലേക്കും സെയിം ഇന്റൻസിറ്റി ആണെങ്കിലും അതിനകത്ത് നമുക്ക് കളർ കുറച്ചുകൂടെ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണുന്നെന്ന് പറഞ്ഞാൽ ബ്ലൂ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി റിഫ്ലക്റ്റ്നെസ്, ദ എബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു റിഫ്ലക്ട് ലൈറ്റ് ഈസ് ദ റിഫ്ലക്റ്റ്നെസ് പ്രോപ്പർട്ടീസ് ഓഫ് ദ എഡ്ജ്. നമുക്കറിയാം ഏതെങ്കിലും ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഇതിലേക്ക് പ്രതിഫലിക്കാം. റിഫ്ലക്ട് ലൈറ്റ് ഈസ് ദ റിഫ്ലക്റ്റ്നെസ് പ്രോപ്പർട്ടീസ് ഓഫ് ദ എഡ്ജ് of the object. The reflectness property determines the color of the object, since we see those colors that are reflected by and not the one that are observed. For example, an object is reflect green, observe all other colors in the white light spectrum except green. അപ്പം ഇപ്പൊ ഒരു വൈറ്റ് കളർ ഇതാണ് നമ്മൾ ഗ്രീൻ ആണ് റിഫ്ലക്ട് ചെയ്യുന്നെങ്കിൽ അബ്സർവ് ഓൾ അതർ കളേഴ്സ് ഇൻ ദ വൈറ്റ് ലൈറ്റ് സ്പെക്ട്രം എക്സെപ്റ്റ് ഗ്രീൻ. അപ്പൊ അതിനകത്ത് ഗ്രീൻ ഒഴിച്ച് ബാക്കി എല്ലാം ഇതാകുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും കളർ ഫണ്ടമെന്റൽസ് അതിൻ്റെ അകത്ത് മെയിൻ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിക്കുന്നതാണ്. ഹ്യൂ, സാച്ചുറേഷൻ, ക്രോമാറ്റിസിറ്റി, ഇന്റൻസിറ്റി, ലുമിനൻസ്, ബ്രൈറ്റ്നെസ്, റിഫ്ലക്റ്റ്നെസ്. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ ഒരു പിക്ചറൊക്കെ ഒരു ജസ്റ്റ് ഒന്ന് വരച്ച് ഓരോന്നും കാണിച്ചിട്ട് വേണം അതിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ അത് പറഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ഐഡിയ ഒരു ഹ്യൂമൻ വിഷൻ സിസ്റ്റം, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കി വരയ്ക്കുക പിക്ചറൊക്കെ. ഇനി കളർ മോഡൽസ്. കളർ മോഡൽസ് ഓർ എ കളർ സ്പേസ് ഓർ എ കളർ സിസ്റ്റം ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്. So as able to specify each color is generally accepted manner. There are various color models or color spaces. Each color space specifies a particular color in a standard manner by specifying a 3D coordinate system and a subspace that contains all possible colors of in that color model. Then each color in that color space represented as a point in the subspace given by 3 coordinates. അപ്പൊ ഇപ്പൊ നമുക്കറിയാം കളർ കോർഡിനേറ്റ്സിന് നമുക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 3 കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണെന്ന് പറയാമോ? മെയിൻ കോർഡിനേറ്റ് കളർ കോർഡിനേറ്റ്സിന്റെ ഏതൊക്കെ? എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞു. നമ്മളൊന്ന് പറഞ്ഞു ഏതൊക്കെയായിരിക്കും എക്സും വൈയും ഇസഡും ഒക്കെ ഏതായിരിക്കും? എക്സും വൈ ഇസഡും ഒക്കെ ഏതാണ് മക്കളെ? എക്സും വൈ ഇസഡും ആയിരിക്കും എന്ന് പറഞ്ഞു. 3/3 കോർഡിനേറ്റ്സ് എക്സ് വൈ ഇസഡ്. എക്സും വൈ ഇസഡും എന്തായിരിക്കും?
ഓക്കെ, വേറെ ആരെങ്കിലും? വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് ആൻസർ വന്നു. ദീസ് കളർ മോഡൽസ് ആർ ഐദർ ഓറിയന്റഡ് ടുവേർഡ് സ്പെസിഫിക് ഹാർഡ്വെയർ ഓർ എ ഇമേജ് പ്രോസസിംഗ് ആപ്ലിക്കേഷൻ. In this session, we shall discuss the three important color models and the conversion of one color model into other. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ത്രീ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കളർ മോഡൽസ് ആണ് പറയുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിഫോർ വി ഡിസ്കസ് ആൻഡ് ഈച്ച് കളർ മോഡൽ, ലെറ്റ് ഡിസ്കസ് ദ പ്രിൻസിപ്പിൾ ഓഫ് അബ്സർവേഷൻ ഓഫ് കളർ ഓഫ് എനി മോഡൽ ബൈ എ ഹ്യൂമൻ ഐ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ദ ഹ്യൂമൻ ഐ ഹാസ് അബ്സോർബ്സ് ക്യാരക്ടേഴ്സ് ഓഫ് കളേഴ്സ് ആൻഡ് റെക്കഗ്നൈസ് ദം ആസ് വേരിയബിൾസ്. വേരിയബിൾസ് ആയിട്ടായിരിക്കും ദ കളേഴ്സ്. അതാണ് മുമ്പ് ജിംഷാദ് പറഞ്ഞത്. കളേഴ്സ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ആർ എ പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്. അപ്പൊ നമ്മൾ ഓർക്കണം, ഇത് എഴുതുമ്പോ തന്നെ ഈ ഒരു കാര്യം തന്നെ എഴുതിയാൽ തന്നെ നമുക്കൊരു പോയിന്റ് വരും. പ്രൈമറി കളേഴ്സ് ഓഫ് സെക്കൻഡറി കളേഴ്സ് ഓഫ് ലൈറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആഡിങ് പ്രൈമറി കളേഴ്സ്. അതായത് പ്രൈമറി കളേഴ്സിന്റെ ഒരു ആഡിങ് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, സെക്കൻഡറി കളേഴ്സ്. ഫോർ എക്സാമ്പിൾ റെഡ് ആൻഡ് ബ്ലൂ, അതായത് പ്രൈമറി ആയിട്ടുള്ള റെഡും ഗ്രീനും ബ്ലൂവും, അത് ഏതെങ്കിലും 2 കളേഴ്സ് തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് നമുക്കറിയാം അടുത്ത ഓരോ കളേഴ്സ് സെക്കൻഡറി കളേഴ്സ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ റെഡ് ആൻഡ് ബ്ലൂ പ്രൊഡ്യൂസ് മജന്ത, റെഡ് ആൻഡ് ഗ്രീൻ പ്രൊഡ്യൂസ് യെല്ലോ, ഗ്രീൻ ആൻഡ് ബ്ലൂ പ്രൊഡ്യൂസ് cyan, etc. Proportion of primary and secondary colors in appropriate amount produce white light. അപ്പം ഇതിന്റെ ഒരു പ്രൊപ്പോർഷൻ ആയിട്ട് ഇത് ചെയ്യുന്നതിന്റെയാണ് നമുക്ക് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇത് കിട്ടുന്നതെന്നുള്ള. ഇനി അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അതിനകത്ത് നമുക്ക് ഈ മോഡല് RGB മോഡൽ. RGB മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം RGB കളർ ഈസ് ബേസ്ഡ് ഓൺ എ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ XYZനകത്ത് ഏതൊക്കെ ഉണ്ടായിരിക്കും, 3 വാല്യൂസ് ഉണ്ടായിരിക്കും, റെഡ്, ഗ്രീന്, വാല്യൂ. വേർ ദ കളർ സസ്പെൻസ് ഈസ് എ ക്യൂബ് with the axis representing red, green, blue. A color in the RGB model is therefore specified in a as a 3-tuple RGB, where R and G represent the amount of red, green and blue. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതിനകത്ത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള 3 കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്യൂബാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള 3 കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ റെഡ്, ഗ്രീന്, ബ്ലൂ. അതായത് ഒരു ഇതായിട്ട് വരയ്ക്കുവാണെങ്കിൽ അതിന്റെ ഇത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഏതെങ്കിലും 2 കളേഴ്സ് തമ്മിൽ കൂടി ചേരുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മജന്ത എങ്ങനെ ഉണ്ടാവുന്നു, ഓരോന്നിന്റെ ഇവിടെ ഒരു ക്യൂബ് വരച്ച് നമുക്കത് കാണിച്ചു തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. RGB color is based on a Cartesian coordinate system where the color subspace is a cube with the axis representing red, green, blue. A color in the RGB model is therefore specified as a tuple where R and G represent the amount of red, green and blue represently present in that color. The geometry of the RGB color model is a cube of shown below. It is assumed that all color values are normalized. That is, it is a unit cube and all values of red, green and blues are lies between. Also, red and green and blue and values എന്ന് പറയുമ്പോൾ ഏതിനെ between ആയിരിക്കും, 0ക്കും 1നും. It is clear from figure 3 that is a model of cube with 3 axes. അതിന്റെ 3 axes നോക്കിയേ, എക്സും വൈയും ഇസഡ് ആക്സിസ് വരുമ്പോ 3 ആക്സിസിലാണ് ഏതൊക്കെ വന്നിരിക്കുന്നത്, റെഡ്, ഗ്രീന്, ബ്ലൂ. The grayscale values lies in the diagonal of the cube which joins black വരുമ്പോഴത്തേനും 3ഉം 0 0 എന്ന് വരും. അടുത്തത് വൈറ്റ് വരുമ്പോൾ 3ഉം 1 വരും. Vertices of the cube. A color image of the RGB model consists of the 3 images corresponding to each of the 3 colors, red, green and blue. These 3 images combine to form one composite color images on a monitor. To convert the intensity
അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഒരു പിക്സൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഏതെങ്കിലും ഒരു ഇമേജ് ആണെങ്കിൽ അത് കുറെ പിക്സൽസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 8 പിക്സൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ 8 ബിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ 8 ബിറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അതിനകത്ത് ഓരോ ഇമേജിനും ഓരോന്നിനും നമുക്കൊരു RGB ഒരു റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് പറയുന്ന ആ ഒരു കോർഡിനേറ്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം അതിൽ തന്നെ നമുക്ക് ഒരു ഏകദേശം ഹാസ് ദ ഡെപ്ത് ഓഫ് 3 image planes into 8 bit per plane, that is 24. To this gives rise to 2 raised 24 color shades അവിടെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. We fix one of these colors and let the other 2 colors vary. Suppose we fix the R equal to 1 and let G and B to vary. Then the color activity when you point on the plane parallel to GB plane would be നമ്മൾ അന്നേരം എങ്ങനെയായിരിക്കും എഴുതുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ആയിരിക്കും ജിയുടെയും ബിയുടെയും വാല്യൂസ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്യും. ഏതൊക്കെ ആയിരിക്കും ഒരു വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് 127 എന്ന് പറയുന്നത്. അപ്പം ഗ്രീനും ബ്ലൂ ആണെങ്കിൽ അതിന്റെ വാല്യൂസ് 0 to 255 വരെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് RGB ഇമേജ് R and B components are at mid and G component is at 1. Then which color would be at the given point we have പറഞ്ഞിട്ടുണ്ട് R/2 plus B/2 plus A. അതിനെ മൊത്തത്തിലൊരു കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് RGB model we discuss CMK and CMK colors models. അപ്പൊ നമുക്കറിയാം കളർ മോഡൽസ് എന്നുള്ള ഒരു സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം പറഞ്ഞത് RGB മോഡലാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് CMY and CMK. CMY എന്ന് പറഞ്ഞാൽ സീഡ് എന്ന് പറഞ്ഞാൽ സാൻ, മജന്ത ആൻഡ് യെല്ലോ ആർ ദ പ്രൈമറി കളേഴ്സ് ഓഫ് പിഗ്മെന്റ്സ് ആൻഡ് ദ സെക്കൻഡറി കളേഴ്സ് ഓഫ് ലൈറ്റ്. The CMY model is a subtractive model implying that it is subtract a color from the white light and a result subtract a color from the white light and reflect the rest. നമ്മൾ അതിനെ CMY എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വൈറ്റ് ലൈറ്റിന്റെ ഒരു കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 1 ആയിരിക്കും. അപ്പൊ ആ 3 1 അതായത് XYZ GB എന്നുള്ളതിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ റെഡ് ഗ്രീൻ ബ്ലൂ നമുക്കറിയാം. 3 കോർഡിനേറ്റ്സ് കൂടെ വരുമ്പം നമുക്ക് അതിന്റെ വാല്യൂസ് 1 ആയിരിക്കും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് 1ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, the violet is reflected on sun if it subtracts red and reflects the rest, while RGB is an additive model where something is added to the black ആണെങ്കിൽ നമുക്കറിയാം 3 0 ആയിരിക്കും. To get the desired color, CMY is a subtractive model. The conversion between CMY and RGB model is given by the equation below. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇക്വേഷൻസ്. CMY equal to 1 1 1, അതായത് 1 1 1 എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് കളർ ആണ്. റെഡ് ഗ്രീൻ ബ്ലൂവിന്റെ ആ ഒരു 3ന്റെയും കൂടെ ഒരു കോർഡിനേഷൻ ഓരോന്നിനും അതിനകത്ത് നമ്മൾ മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. values has been normalized. They also give a method to convert from RGB to CMY enable printing hard copy, since CMY model is used by printers and photos. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് RGB and CMY എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. നമുക്ക് ആ 3ന്റെയും കൂടെ ഒരു ചെയ്യുന്ന 4.8 shows the RGB model in which the white color is produced by adding 3 primary colors. അപ്പൊ അവിടെ നോക്കിയാൽ മതി. വൈറ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഇവിടെ ഒരു വൈറ്റ് കളർ ഫോം ചെയ്യുന്നുണ്ട്. വൈറ്റ് കളർ ഫോം ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? റെഡും ഗ്രീനും ബ്ലൂവും കൂടെ കോർഡിനേറ്റ് ചെയ്ത അതിന്റെ ഫിഗർ 4. റെഡും ഗ്രീനും ബ്ലൂവും കൂടെ കൂടി ചേർന്ന് നമുക്ക് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. 4A shows the RGB model in which the white color is produced by adding the 3 primary colors. Shows a CMY model. അടുത്ത നമുക്ക് CMY ഇല്ല. When black is obtained as the sum of CM, cyan, magenta and yellow.
അപ്പൊ അടുത്തതിനകത്ത് പറഞ്ഞിരിക്കുന്ന അവിടെ ഒരു ബ്ലാക്ക് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? മറ്റേതിനകത്ത് വൈറ്റ് ഫോം ചെയ്തു, ഇതിനകത്ത് ബ്ലാക്ക് ഫോം ചെയ്തിരിക്കുന്ന ദ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ദ RGB ആൻഡ് CMY മോഡൽസ് ആർ ആൾസോ ഷോൺ ബൈ these two images. ഇതിനകത്ത് നിന്ന് ഒന്നിന്റെ ഇൻവേഴ്സ് റിലേഷൻസ്, രണ്ടിന്റെ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ദ RGB ആൻഡ് CMY models are also shown by these two images. In practice, black is obtained by combining cyan, yellow, and magenta. However, this leads to a muddy looking black. For example, for publishing, the black colors plays an important role. Therefore, the CMYK color model, black is added as the fourth color, where K stands for. അടുത്തതിന്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത് CMYK. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ ആണ്. അതിന്റെ ലാസ്റ്റ് ഇതില് ഫോം ചെയ്തിരിക്കുന്നതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് മെയിൻ ആയിട്ട് മോഡൽ, കളർ മോഡൽസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. കളർ മോഡൽസ് ഏതൊക്കെയാ നമ്മൾ പഠിച്ചേ? ഏതൊക്കെ കളർ മോഡൽസാ പഠിച്ചേ? ഏതൊക്കെ കളർ മോഡൽസ് പഠിച്ചു? RGB, CM, ഏതൊക്കെയായിരുന്നു? ഒന്ന് പറഞ്ഞ ഏഞ്ചിലെ, ഒച്ചത്തിലൊന്ന് പറഞ്ഞ ഏഞ്ചിലെ. ഞാൻ കേട്ടില്ല സൗണ്ട്, ഒന്നുകൂടി ഒന്ന് പറയാമോ? RGB, CMY, ഇനി അടുത്തത് RGB, CMY, K മോഡൽ. K എന്ന് പറയുമ്പോ എന്തായിരിക്കും? ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? CMYK മോഡലിനകത്ത് നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഒരു കോർഡിനേറ്റ്സ് കൂടെ വരും. അത് ഏതാണ്? ലാസ്റ്റ് ഒരു കോർഡിനേറ്റ് CMYK എന്ന് പറഞ്ഞു. നമ്മൾ അതിനകത്ത് പറഞ്ഞു RGB എന്നുള്ള അഡ്ജി മോഡല് വേറെ അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ ആഡ് ചെയ്യുന്നതാണ്, അതാണ് CMYK എന്ന് പറഞ്ഞു. പറയാവോ ഏതാ ലാസ്റ്റ് ആഡ് ചെയ്യുന്നേ? ഇവിടെയൊന്നും ഇല്ലായിരുന്നു ആരും. ജിംഷാദ് എന്ന് പറഞ്ഞേ. ജിംഷാദെ, ജിംഷാദിന് മനസ്സിലായില്ലേ? അതോ ജിംഷാദ് ഓൺ ചെയ്തിട്ടേ എവിടെയെങ്കിലും പോയോ? ശ്രുതി ഏതായിരുന്നു? ശ്രുതി CMYK. K എന്ന് പറയുന്നത് നമ്മൾ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും? ഏതായിരിക്കും എന്ന് പറയാവോ? ഏഞ്ചൽ, ഞാൻ എല്ലാരെയും വിളിച്ചു. നീ ഏഞ്ചൽ ഏതെന്ന് പറയാവോ? ഏഞ്ചൽ എന്തായിരുന്നു? ഏഞ്ചലെ ബ്ലാക്ക്. ഇങ്ങനെ ഒരു റെസ്പോണ്ട് കിട്ടിയെങ്കിൽ മാത്രല്ലേ ഞാൻ നിങ്ങൾ ക്ലാസ്സിലുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയുള്ളൂ. നമ്മൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മെയിൻ ആയിട്ട് പഠിക്കുന്നത് HSI മോഡൽ. ദ കളർ മോഡൽ ഈസ് വെരി ക്ലോസ് ടു ദ ഹ്യൂമൻ കളർ എക്സ്പ്രഷൻ വിച്ച് യൂസസ് ദ HUA saturation and intensity component of a color. When we see a color, we cannot describe in terms of amount of cyan, magenta, and yellow, and that the color contains. Therefore, HSI color model was introduced to enable describing a color by its hue, saturation, and intensity or brightness. അത് നമ്മൾ അവിടെ പറഞ്ഞാണ് അതിന്റെ ക്വാളിറ്റി. HUA describes the pure color, saturation describes the degree of the purity of the color, while intensity describes the brightness of the color
sensation. If in a grayscale image, intensity defines a gray level. Figure shows a HSI color model and the way colors may be specified by this color model. അപ്പൊ നമ്മള് HSI and RGB എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കേ എങ്ങനെയായിരിക്കും RGB എടുക്കണം. 3 കോർഡിനേറ്റ്സ് വെച്ചിട്ട് റെഡും ഗ്രീനും ബ്ലൂവും നമ്മൾ HSI ആൻഡ് RGB. HSI എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് 4 ഇതിനകത്തുണ്ട്. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. നമുക്ക് റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പൊ നമുക്കറിയാം അത് 3 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വൈറ്റ് ആയിരിക്കും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓരോന്നിന്റെയും അനുസരിച്ച് നമ്മുടെ HSI മോഡൽ ഇവിടെ പറഞ്ഞിരിക്കും, അതിന്റെ ഇന്റൻസിറ്റി വെച്ച്. അപ്പൊ അതിന്റെ തന്നെ നമ്മൾ RGB മോഡൽ നമ്മൾ ക്യൂബ് വെച്ച് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചായിരുന്നു തന്നിരിക്കുന്നത്. The figure 5 HSI color model is represented and the relation to RGB color model is shown in a figure B. HSI color triangle figure 5B shows a slice from the HSI solid at a particular intensity. ഇതിന്റെ ഒരു സ്ലൈസ് ആണ് എടുത്തിട്ടാണ് ഇവിടെ എന്നായിരിക്കുന്നത് RGB മോഡൽസ് കാണിച്ചിരിക്കുന്നത്. അതായത് HSIയുടെ ഒരു സ്ലൈസ്, ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് കണ്ടോ, ഇതിന്റെ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ച് കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ നമ്മൾ ചെയ്യുന്നത് വാട്ട് ഈസ് റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് HSI ആൻഡ് ഡിഫൈൻ ഈച്ച് ഓഫ് ദ components. HSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫുൾ ഫോം ഓഫ് HSI മോഡൽ. എന്തായിരുന്നു ഫുൾ ഫോം ഓഫ് HSI മോഡൽ എന്ന് പറയുമ്പോൾ കളർ പെർസെപ്ഷൻ, അതാണ് HSIയുടെ ഫുൾ ഫോം. HSI എന്ന് അപ്പം നിങ്ങൾ വാട്ട് ഈസ് HSI മോഡൽ, വാട്ട്സ് ദ ഫുൾ ഫോം ഓഫ് HSI മോഡൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദ കളർ മോഡൽ ഈസ് വെരി ക്ലോസ് ടു ദ ഹ്യൂമൻ കളർ പെർസെപ്ഷൻ. അത് തന്നെയാണ് അതിനകത്ത് മെയിൻ വെച്ചിട്ട് നമ്മൾ അതിനെ ആൻസർ ചെയ്ത് കാണിക്കും. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. ഈ ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ വൈൽ ബി ഇൻഡിക്കേറ്റ് ഹൗ എ RGB color model is converted to a HSI color model. അപ്പം ഇത്രയും വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാനില്ല. നമ്മളുടെ കളർ മോഡൽസ് ഏതൊക്കെയാണ്, നമ്മുടെ കളർ മോഡൽസ് ഏതൊക്കെയാണ്, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനും അങ്ങനത്തെ രീതിയിലൊക്കെയാണ് വരുന്നത്. ഈ സ്റ്റേറ്റ് മാത്തമാറ്റിക്സിന്റെ ആ രീതിയിലുള്ള അത്രയും വലിയ ക്വസ്റ്റ്യൻസുകളൊന്നും അതിൻ്റെ അകത്ത് വരുന്നൊന്നും ഇല്ല. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നൗ വി ഇൻഡിക്കേറ്റ് ഹൗ എ RGB കളർ മോഡൽ ഈസ് കൺവേർട്ട് ഇൻ HSI കളർ മോഡൽ. എങ്ങനെയായിരിക്കുന്നതാണ് ടു കൺവേർട്ട് ആൻ ഇമേജ് ഇൻ RGB ഫോർമാറ്റ് ടു HSI കളർ സ്പേസ്. ദ RGB വാല്യൂ ഓഫ് ഈച്ച് പിക്സൽ ഇൻ ദ ഇമേജ് ഈസ് കൺവേർട്ടഡ് ടു ദ കറസ്പോണ്ടിങ് HSI വാല്യൂ. H is given by M. അപ്പം അതിന്റെ ഇവിടെ നോക്കിയാൽ മതി, അതിന്റെ ഇക്വേഷൻ തന്നിട്ട് H is equal to അതിന്റെ ഒരു ഇക്വേഷൻസ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് തീറ്റയുടെ വാല്യൂസ് എന്താണ് വരുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ആ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക. സാച്ചുറേഷൻ H is given by and intensity is intensity എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിന്റെ ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. വേർ the RGB values can be normalized in the range 0 and 1 and the angle theta is measured with respect to the red axis in the HSI. Now we should convert HSI color mode to a RGB color space. Given pixel values in the HSI color space in the interval 0 to 1, the RGB values can be computed in the same range. However, depending on the H value, the RGB values are computed in different settings based on the separation of the RGB colors by a 120 intervals. അപ്പം അവിടെ for multiply the H value by 360 to get the H value in the interval is 0 degree to 360 degree വരെ വരാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് അതിന്റെ ഈ ഇക്വേഷൻസ്, ഇത്രയും ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുന്ന കൺസിഡർ ദ ഇമേജ് വിത്ത് ഡിഫറെന്റ് കളേഴ്സ് ആസ് ഗിവൺ ഇൻ ഫിഗേഴ്സ് ഈസ് റൈറ്റ് ദ RGB കളേഴ്സ് വിച്ച് വുഡ് അപ്പിയർ ഓൺ എ മോണോക്രോം ഡിസ്പ്ലേ. You can assume that all the colors are the maximum intensity and the saturation. Also show each of the color is black and white considering them as 0 and 255 respectively.
അപ്പൊ നമുക്കറിയാം അതിന്റെ ഒരു it is given here that the intensity and the saturation are maximum. Therefore, the value of each of the components RGB would be RGB എന്ന് പറഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ. അത് ഒന്നെങ്കിൽ 0 ആയിരിക്കും, 1 ആയിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ കളർ കോർഡിനേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും, ഏതൊക്കെ കളർ കൂടി ചേരുമ്പോഴാണ് ഏതൊക്കെ വരുന്നത്, അപ്പൊ ഏതിന്റെ വാല്യൂസ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സാധാരണ ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റസ് ചെക്ക് വെൻ ഈച്ച് ഓഫ് ദ കളർ ഇമേജ് 1 by 1 ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം ദ ലെഫ്റ്റ് മോസ്റ്റ് കളർ. അപ്പൊ കളർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇവിടെ വൈറ്റ്, മജന്ത, ബ്ലൂ, സ്വാൻ, ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്ലാക്ക്. അപ്പൊ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും നിങ്ങൾ പറഞ്ഞ വൈറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ പഠിച്ചതാണ്. വൈറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, റെഡ്, ഗ്രീൻ, ബ്ലൂവിന്റെ വാല്യൂസ് എന്തായിരിക്കും? 3ഉം 1 ആയിരിക്കും. റെഡ്, ഗ്രീൻ, ബ്ലൂവിന്റെ വാല്യൂസ് 1 ആയിരിക്കും. അപ്പൊ മോണോക്രോം വാല്യൂസ് നമ്മൾ പറഞ്ഞു, അതിന്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി ടു അതിന്റെ ഒരു റേഞ്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വാല്യൂസ് 1 ആയതുകൊണ്ട് നമ്മൾ അതിനെ 255 എന്ന് മെഷർ ചെയ്യുന്നു. അടുത്ത മജന്ത, അതിന്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ അത് കൂടിച്ചേരുന്നത് പറഞ്ഞാൽ റെഡും ബ്ലൂവും കൂടിയാണ്. റെഡും ബ്ലൂവും കൂടെ വരുമ്പോഴത്തേക്കും ബാക്കി എന്തായിരിക്കും, റെഡും ബ്ലൂ കൂടെ വരുന്നത് കൊണ്ട് ഗ്രീന്റെ വാല്യൂസ് 0 ആയിരിക്കും. അപ്പൊ അതിന്റെ മോണോക്രോം കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, നമ്മൾ 1 വരുന്നതിന് നമ്മൾ 250 ആക്കി മാറ്റും, 0 വരുന്നതിനെ 0 തന്നെ ആക്കും, അടുത്ത 1 വന്നെങ്കിൽ 250. അതാണ് മോണോക്രോം കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ നൗ ഹെൻസ് ഫോർത്ത് വി ഷാൽ ഷോ ദ കൺവേർഷൻ ദാറ്റ് 0 റെപ്രസെന്റ് ബ്ലാക്ക് ആൻഡ് 255 റെപ്രസെന്റ് വൈറ്റ്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, 0 റെപ്രസെന്റ് ബ്ലാക്ക് ആണെങ്കിൽ 255 റെപ്രസെന്റ് വൈറ്റ്. അതായത് നമ്മൾ 1 എന്നുള്ളത് വൈറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, 0 എന്നുള്ളത് ബ്ലാക്കിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓൾസോ ദ ഗ്രേ ഈസ് റെപ്രസെന്റഡ് ബൈ 128. യു സീ ദാറ്റ് tables has R color series are 255, 255, 0, 255. Thus, it should be shown white, blue, blue, white, blue in monochrome display, which is shown in figure 7a. Similarly, monochrome display of the green color would be shown by the sales. അപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ ഇതിന്റെ വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും W എന്ന് പറഞ്ഞാൽ വൈറ്റ്, ബ്ലൂ എന്ന് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ബ്ലാക്ക്, ബി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. അപ്പൊ ആ രീതിയിൽ അപ്പൊ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ നോക്കിയാൽ മതി, ആദ്യത്തേത് വൈറ്റ്, അടുത്തത് ബ്ലാക്ക്, അടുത്തതും ബ്ലാക്ക്, പിന്നെ വൈറ്റ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് വൈറ്റ്, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ ഓരോന്നിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനുമാണ് ഇത് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ അടുത്തതും അതുപോലെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അതിന്റെ മോണോക്രോം വാല്യൂസ് എങ്ങനെയായിരിക്കും, റെഡ്, ഗ്രീൻ വാല്യൂസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി സൂഡോ കളർ ആൻഡ് ഇമേജ് പ്രോസസ്സിങ്. സൂഡോ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞു വന്നത് തന്നെയാണ്. സൂഡോ കളർ ഇമേജ് പ്രോസസ്സിങ് ഈസ് ദ പ്രോസസ് ഓഫ് അസൈനിങ് കളേഴ്സ് ടു ദ ഈച്ച് പിക്സൽ ഓഫ് എ ഗ്രേ സ്കെയിൽ. അതായത് നമ്മള് ഒരു കളേഴ്സ് നമ്മൾ അവിടെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്, ആ പിക്സൽസിന് ഒരു കളർ അസൈൻ ചെയ്ത് കൊടുക്കുക. സൂഡോ കളർ ഇമേജ് പ്രോസസ്സിംഗ് ഈസ് പ്രോസസ് ഓഫ് അസൈനിങ് കളേഴ്സ് ടു എ ഈച്ച് പിക്സൽ on the specific condition വെച്ചിട്ട് ഈച്ച് പിക്സൽസിന് ഒരു കളർ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആസ് മെൻഷൻഡ് കളർ carries with a large amount of information regarding the object that we are viewing, and therefore for a better visualization. നമുക്കറിയാം, നമുക്ക് ഒരു കളറിന്റെ കേസിൽ, കളർ കോമ്പിനേഷന്റെ കേസ് നമുക്കറിയാം, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു വിഷ്വലൈസ്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഐറ്റം കാണുന്നത് നമ്മൾ പെട്ടെന്ന് പറയാം അതൊരു ബ്ലൂ കളർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളൊരു കളറിന്റെ കാര്യം നമ്മൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ കണ്ടോ, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ഗ്രീൻ കളറുള്ള ഒരു സാധനമായിരുന്നു, അതിന്റെ കളർ ഏതായിരിക്കും, അതിന്റെ നിറം ഏതായിരിക്കും എന്നൊക്കെ ആയിരിക്കില്ല നമ്മളോട് ആദ്യം തന്നെ ചോദിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഐറ്റം ആണെങ്കിൽ അതിന്റെ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ. ഇന്റൻസിറ്റി സ്ലൈസിംഗ് or a density sliding is one of the simplest form of pseudo-color image processing technique. In this technique, the image is interpreted as a 3D function and can be imaged as a set of 2D grid which are parallel to the coordinate planes and placed at each intensity values. Each plane can be
as a slice of the image function in the areas of the intersection. For example, the plane of f of xy size the image function into two parts. There are any pixel whose gray values on the is on or above the plane can be coded in the color. Whose gray value is below the plane can be coded in another color, thereby converting the grayscale image into a two-color image. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ഗ്രേ വാല്യൂസ് ഉള്ളതിന്റെ അണ്ടറും ബിഫോറും താഴെയും അതിന്റെ വാല്യൂസ് അനുസരിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. When any pixel whose gray level is on or above the plane, കണ്ടോ which above the plane can be coded in a one color. ഇതിന് മുകളിൽ വരുന്നതിന് one color and the whose gray level is below the plane coded in a another color. Thereby convert the grayscale image into a two color image. അപ്പം നമ്മള് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്ന് പറയാമോ ആരെങ്കിലും? ഈ ഒരു ചാപ്റ്ററിനകത്ത് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് പറയാമോ? ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ശ്രുതി എന്താ മനസ്സിലായെന്നൊന്ന് പറയാമോ? ശ്രുതിക്ക് ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് എന്ത് മനസ്സിലായെന്നൊന്ന് പറയാമോ? അല്ലെ ഏഞ്ചലിന് എന്തൊക്കെ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഏഞ്ചലിന് എന്ത് മനസ്സിലായി, എന്ത് പോയിന്റ് ആണ് കിട്ടിയത്? കളർ മോഡൽസിനെ പറ്റിയിട്ടുള്ളത് എന്തൊക്കെ കിട്ടിയെന്നൊന്ന് പറയാമോ? എന്തൊക്കെ പോയിന്റ് കിട്ടുന്ന ഏഞ്ചലിന് മനസ്സിൽ കയറി ക്ലാസ്സിൽ ഇരുന്നു? ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് ക്ലോസ് ചെയ്ത് ഇറങ്ങി. ഏഞ്ചലിന് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് പെട്ടെന്നൊന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ പറയാമോ? പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. മെയിൻ ആയിട്ട് എന്തൊക്കെ കേട്ടായിരുന്നു? ഇപ്പൊ ഞാനൊരു ന്യൂസ് കേട്ടു. ആ ന്യൂസ് കേട്ടെങ്കിൽ ആ ന്യൂസിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ആ ന്യൂസിനകത്ത് എന്തൊക്കെയുണ്ട് മെയിൻ പോയിന്റ്സ് എന്തെങ്കിലും പറയാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ എന്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ പോയിന്റ് എങ്കിലും കിട്ടിയോ എന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. RGB മോഡൽസിനെ പറ്റി കിട്ടി. ഇപ്പൊ പ്രൈമറി കളർ മോഡൽസ് ആണ്. പിന്നെ ബ്ലാക്ക് വരണമെങ്കിൽ എല്ലാം, വൈറ്റ് വരണമെങ്കിൽ എല്ലാം 1 ആണ് വരേണ്ടത്. എനിക്ക് വൈറ്റ് കിട്ടും. ബ്ലാക്ക് കളർ വരുമ്പോ ഇന്ററാക്ഷൻ വരുന്ന സമയത്ത് ബ്ലാക്ക് കളർ വരും ഇന്റർസെക്ഷന്റെ സമയത്ത്. പിന്നെ CMY ഉണ്ട്, സിയാൻ മജന്ത യെല്ലോ. K വരുന്നത് കീ വാല്യൂ പെയേഴ്സിന്റെ. പിന്നെ ഹ്യൂ, സാച്ചുറേഷൻ, ഇന്റൻസിറ്റി. പിന്നെ സ്യൂഡോ കോഡ്, കളർ ഇമേജ് പ്രോസസ്സിംഗ്. കാണാം. പ്രശ്നം വെച്ചാൽ നമ്മൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ കാണുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ വിഷൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മുമ്പത്തേതുപോലെ നമ്മൾ കണ്ണിന് പറഞ്ഞ് നമുക്ക് മുകളിൽ ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട്. ആ ലൈറ്റ് അനുസരിച്ച് നമ്മളെ റെറ്റിന നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിച്ചോണം ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു ക്യാമറ വെച്ചിട്ട് ആ ക്യാമറയുടെ ഒരു ലെൻസിൽ കൂടെ ഫോക്കസ് ചെയ്തിട്ടാണ് നമുക്കൊരു ലൈറ്റ് പാസ് ചെയ്ത് നമുക്കൊരു വിഷൻ കിട്ടുന്നത്. അതിനുള്ള ലെൻസ്, അങ്ങനത്തെ പല ലെൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ആ ലെൻസിന്റെ ക്ലാരിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് അതായത് കിട്ടുന്ന ഇമേജ്. അതായത് നമുക്കറിയാം നല്ല ക്യാമറയുടെ ഇതനുസരിച്ച് വ്യത്യാസം അനുസരിച്ച് ഇപ്പൊ നമ്മുടെ ഫോണിലൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയാം ക്യാമറയുടെ ഇത് അനുസരിച്ചിട്ട് നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും ക്യാമറ ഇതിനെ വെച്ച്. അത് തന്നെയാണ് ഇവിടുത്തെ കേസിൽ നമ്മുടെ പറയുന്നത്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ദ subject of computer missions. A bit is worth thousands of words. All that to analysis that the image of any scene has a lot of detailed information. Computer vision is the field of study.
is to develop techniques to help machines understand the content of image and videos captured by single and or a multiple cameras. ഒന്നുകിൽ നമ്മൾ സിംഗിൾ ക്യാമറാസ് വെച്ചിട്ടോ മൾട്ടിപ്പിൾ ക്യാമറാസ് വെച്ചിട്ടോ നമുക്കിപ്പം ഒരു സൈഡിലെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു ഹോമിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ക്യാമറാസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും പല മൾട്ടിപ്പിൾ ക്യാമറാസ് വെച്ചിട്ട് നമ്മളൊരു സ്ക്രീനിലേക്ക് നമ്മളൊരു കോർഡിനേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ കണ്ടന്റ്സ് ഓഫ് ഇമേജസ് ആൻഡ് വീഡിയോസ് ക്യാപ്ചേർഡ് ബൈ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ക്യാമറാസ്. It seems to be a trivial problem of human being to understand and recognize contents of image and its videos once seen. Our images and videos have a lot of content, and it is not easy for a machine to focus on the relevant portion of the information of the man, understand the content, recognize familiar object and faces and tell the story. ഇപ്പൊ നമ്മളൊരു ഒരു ഇമേജസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഫോക്കസ് ചെയ്യുന്ന അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഏതായിരിക്കും നമുക്ക് ഐഡന്റിഫൈ കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും അതിനകത്ത് ഒരു ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇപ്പൊ നമുക്കൊരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ആ പിക്ചറിന്റെ അകത്ത് അവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ക്യാമറാസ് ഉപയോഗിച്ച് നമ്മളൊരു ഒബ്ജക്റ്റിനെ കറയുന്നു, എന്നിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് ഒരു സ്റ്റോറി പറയുന്നു എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. Power for machines to carry out intelligent tasks by seeing its surrounding. Current computer visions and machine learning techniques need to learn, understand and further develop. Application of computer vision exists in every sphere of life, from medical image understanding the autonomous vehicles and robotics. Therefore, it is an important field of study. ഇപ്പൊ നമുക്കറിയാം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാറിനെ അറിയാം. കാറിനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് സ്വയം വണ്ടി ഓടിക്കുക. ഇപ്പൊ നമ്മുടെ ഒരു കാറിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പം ഗിയർ ഒക്കെ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആവുന്നു. അല്ലെങ്കിൽ നമുക്ക് ക്യാമറ സിസ്റ്റംസ് ഉണ്ട്, ബാക്കിൽ നിന്ന് വരുന്നതും ഫ്രണ്ടിൽ നിന്ന് വരുന്നതൊക്കെ നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെയുള്ള ഇമേജസിന്റെ അങ്ങനത്തെ കുറെ ഓട്ടോണോമസ് ആയിട്ട് അമേരിക്കയുള്ള ചില വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് വണ്ടി തന്നെ മൂവ് ചെയ്യുന്നു. അപ്പൊ അതായിരിക്കും സൈഡിലുള്ള പിക്ചേഴ്സിനെയൊക്കെ സൈഡിലുള്ള പല പല ക്യാമറാസ് ഉണ്ട്. ക്യാമറാസ് വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഓരോ ഇൻഫർമേഷൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ ക്യാമറ ഈസ് എ ബേസിക് ടൂൾസ് ഇൻ എ കമ്പ്യൂട്ടർ വിഷൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു റെക്കോർഡ് ആൻ ഇമേജ് ഓഫ് ദ സീൻ അറൌണ്ട് us ഏബിൾ ടു അനലൈസിസ് ദ സീൻ. നമുക്കറിയാം ക്യാമറയ്ക്കകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തായിരിക്കും കമ്പ്യൂട്ടർ വിഷൻസ് എന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു record an image of the scene around us to able to analyze the scene. Therefore, it is important to learn the model of cameras. In general, a camera is a physical device that capture an image by allowing light or pass through a small hole. നമുക്ക് ഞാൻ പറഞ്ഞു മുമ്പേ ഒരു ലൈറ്റോ എന്തെങ്കിലും ഒരു സംഭവം ചെറിയൊരു ഹോളിൽ കൂടെ ഒരു പാസ് ചെയ്തിട്ട് ഓൺ എ ലൈറ്റ് സെൻസിറ്റീവ് സർഫേസ്. ദ ലെൻസസ് ഇൻ ക്യാമറ ഫോക്കസ് ലൈറ്റ് എൻറ്ററിങ് ത്രൂ ദ measure onto the imaging surface on the light sensitive surface. നമ്മളൊരു ചെറിയൊരു ഹോളിൽ കൂടെ നമ്മളത് ലൈറ്റ് ഇതിലേക്ക് പാസ് ചെയ്തിട്ട് നമ്മൾ ഏത് ഒബ്ജക്റ്റിലേക്കാണോ ലൈറ്റ് പാസ് ചെയ്യുന്നത് ആ ലൈറ്റിലേക്ക് പാസ് ചെയ്ത് അങ്ങനെ നമ്മൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് തിരിച്ചിടണം. ഓൾസോ എ ഷട്ടർ മെക്കാനിസം കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ടൈം ഫോർ വിച്ച് ദ ഫോട്ടോ സെൻസിറ്റീവ് സർഫസ് ഈസ് എക്സ്പോസ്ഡ് ടു എ ലൈറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു പിൻ ഹോളിൽ കൂടെ ഒരു ആക്സിസിലേക്ക് പോകുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്കൊരു ലൈറ്റ് നിൽക്കുന്നു. എ ക്യാമറ therefore mounts a 3D based onto a 2D plane. There are two major class of camera models: camera model with a finite center and a camera model with a finite camera model with a center at a infinity. We shall focus our attention to camera model with a finite center and discuss the simple camera model, the pinhole camera model. Simple ആയിട്ടുള്ളതാണ് pinhole camera model. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു ലെൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും പോകുന്ന ലെൻസിന്റെ അകത്തൂടെ നമ്മൾ എങ്ങനെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്, ആ പാസ് ചെയ്തിട്ട് ഏത് ഇന്റർഫേസ് ഏത് പ്ലേസിലേക്ക് പോകുന്നു, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന പിൻ ഹോൾ ക്യാമറ
മോഡല്. അപ്പൊ നമുക്ക് അത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ പിൻ ഹോൾ ക്യാമറ മോഡൽ എന്ന് പറയാം. കാരണം ഇവിടെ വീണ്ടും നല്ല ഇടി, ഭയങ്കരമായിട്ടുള്ള ഇടി തുടങ്ങി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം ക്ലാസ്സിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്, പിൻ ഹോൾ ക്യാമറ മോഡൽ വരെ. അപ്പം ഇഞ്ചിനെ ഇന്ന് പഠിച്ച അത്രയും സംഭവങ്ങൾ മറ്റേ നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കുക, നന്നായിട്ടൊന്ന് വായിച്ചിട്ട് വരിക. നാളെ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റർ നോക്കാം. ഓക്കെ.